السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സക്കാത്തിനെ കുറിച്ച് വളരെ ചുരുക്കി ഇവിടെ വിവരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിന്റെ അവകാശികളെ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ആയത്ത് ഓതിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹ് والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. അല്ലാഹു സക്കാത്ത് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. പല വിവാദങ്ങൾക്കും ചർച്ചകൾക്കും സംശയങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടുള്ള ഈ സക്കാത്തിനെ കുറിച്ച് നമുക്ക് ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാം ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. സക്കാത്തിൻ്റെ ആകെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതിനെല്ലാം കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടുമ്പോൾ കൊടുക്കേണ്ടത്ര കൊടുക്കേണ്ട പോലെ ഓട്ടം വരുത്താതെ കൊടുക്കുക. ഇതാണ് സക്കാത്തിൽ നമ്മൾ ആകെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ കൊക്കോ എന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. കൊടുക്കേണ്ടവർ ആരാണ് കൊടുക്കേണ്ടത്? അത് അല്ലാഹു ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നിസ്വാബ് എന്ന് പറയും. ആ നിസ്വാബ് തൻ്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ മുസ്ലിമും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. സാധാരണ മറ്റു ഇബാദത്തുകളെല്ലാം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമീങ്ങൾക്ക് എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ പ്രായപൂർത്തിയോ ബുദ്ധിയോ നിബന്ധനയില്ല. അള്ളാഹു നിശ്ചയിച്ച പരിധി സമ്പത്ത് കയ്യിലുണ്ടോ, അത് ഭ്രാന്തനാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും ആ സമ്പത്തിനും സക്കാത്ത് നിർബന്ധമാകും. പക്ഷെ അത് കൊടുക്കേണ്ടത് അവിടെ രക്ഷിതാക്കളായിരിക്കും എന്ന് മാത്രം. രക്ഷിതാവ് കൊടുക്കേണ്ടത് രക്ഷിതാവിൻ്റെ പോക്കറ്റിൽ നിന്നല്ല, ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ ഭ്രാന്തന്റെ സ്വത്തിൽ നിന്നെടുത്തിട്ട് കൊടുക്കണം. അപ്പൊ എല്ലാ മുസ്ലിങ്ങളും നിസാബ് കയ്യിലുള്ള സക്കാത്ത് കൊടുക്കാൻ മാത്രം ഉള്ള ആ പരിധി സമ്പത്ത് കയ്യിലുള്ള എല്ലാ മുസ്ലിങ്ങളും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ കൊടുക്കേണ്ടതിനല്ല, എന്തിനൊക്കെയാണ് കൊടുക്കേണ്ടത്? അത് മനുഷ്യന്റെ മുഖ്യ ആഹാരമായിട്ടുള്ള അരി ഗോതമ്പ് പോലെയുള്ള അന്നം, കൂത്ത്, അതുപോലെ ആ കൂത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പഴവർഗ്ഗങ്ങളിൽപ്പെട്ട ഈത്തപ്പഴം, മുന്തിരി. കാരണം അത് അന്നം പോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പഴവർഗ്ഗമാണ്. അതുകൊണ്ട് അതിനും സക്കാത്ത് കണക്കാക്കി. പിന്നീട് ആട്, മാട്, ഒട്ടകം മനുഷ്യന്റെ പ്രധാന കാലി വളർത്തൽ കൃഷിയാണല്ലോ. അതിനും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നഖദ്, പണം എന്ന് നമ്മൾ പറയുമ്പോൾ പണ്ട് കാലത്ത് അത് സ്വർണവും വെള്ളിയുമായിരുന്നു. അതുകൊണ്ട് നഖദ് എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ ഫുഖഹാക്കൾ സ്വർണം വെള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതതിൻ്റെ വിവക്ഷാർത്ഥമാണ്, അല്ലാതെ അതിൻ്റെ ഭാഷാർത്ഥമല്ല. നഖദ് എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ഒക്കെ മൂല്യമായി കൊടുക്കപ്പെടുന്ന സാധനം എന്ന് നഖദിനർത്ഥമുള്ളൂ. നഖദ എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നാണ് അർത്ഥം. മങ്കൂദ് എന്ന ഇസ്മഫൂലിന്റെ അർത്ഥത്തിനാണ് മസ്തർ ഉപയോഗിക്കുന്നത് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നഖദ് പണം. അപ്പൊ പണത്തിന് സക്കാത്തുണ്ട്, ആടുമാടൊട്ടകങ്ങൾക്ക് സക്കാത്തുണ്ട്, ഈത്തപ്പഴം, മുന്തിരി എന്നീ പഴവർഗ്ഗത്തിനും സക്കാത്തുണ്ട്. മറ്റു മനുഷ്യന്റെ മുഖ്യ ആഹാരമായിട്ടുള്ള അരി, ഗോതമ്പ് പോലുള്ള ഓരോ നാട്ടിലും വിവിധ ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
ബാർലി പോലുള്ള അതൊക്കെ ധാന്യമായിട്ട് ഭക്ഷ്യധാന്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനത്തെ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന കൃഷി, അതിനും സക്കാത്തുണ്ട്. ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്? അതാണ് നമ്മൾ നേരത്തെ ഓതിയ ആയത്തിൽ അല്ലാഹു പറയുന്നത്. അവർക്കാണ് കൊടുക്കേണ്ടത്. ഇന്നമ സദഖാത്തു, സക്കാത്തുകൾ കൊടുക്കേണ്ടത് ലിൽ ഫുഖറാ, ഒന്ന് ഫക്കീറന്മാർ, പരമദരിദ്രർ, വൽ മസാക്കീൻ, സാധുക്കൾ, വൽ ആമിലീന അലൈഹ, അത് ഇസ്ലാമിക ഗവൺമെന്റിലുള്ളിടത്താണ്. ഇസ്ലാമിക ഗവൺമെന്റിലുള്ളിടത്ത് അത് പിരിക്കാൻ വേണ്ടിയും അത് കൊണ്ടുവരാൻ വേണ്ടിയും വിതരണത്തിന് വേണ്ടിയും ഒക്കെ ചുമതലപ്പെടുത്തപ്പെട്ട ജോലിക്കാരുണ്ടാകും. ആ ജോലിക്കാർക്കുള്ള കൂലി, ശമ്പളം, അത് ഈ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാവുന്നതാണ് എന്ന് ആണ് ആമിലീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഫുഖാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സക്കാത്തിന്റെ ജോലിക്കാർ. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, മുഅല്ലഫത്തുൽ ഖുലൂബ്, ഹൃദയം ഇണക്കപ്പെടേണ്ടവർ എന്ന് പറയുന്നത് നവ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ്. അതൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ്. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിൽ നവാഗതരായി കടന്നു വന്നവരാണ്. അവരുടെ മനക്കരുത്ത് ശരിക്കും ഉറച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഉറ്റവരെയും ഉടവരെയും സമ്പത്തും നാടും ഒക്കെ ഒഴിവാക്കി വന്ന ആളുകൾക്ക് സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയുണ്ടെങ്കിൽ അവരാണ് ഉദ്ദേശം, അല്ലാതെ എല്ലാ നവ മുസ്ലിമീങ്ങളുമല്ല. അതുപോലെ ഇവർക്ക് നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടാൽ, അവർക്ക് കൊടുക്കുന്നത് കണ്ട് മറ്റാരെങ്കിലും ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാലും കൊടുക്കാം എന്ന് പറയുന്ന ഈ രണ്ട് വിഭാഗം മാത്രമാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നൊന്ന് വഫിൽ ഇഖാബ് എന്ന് പറയുന്ന അടിമ മോചനം. ഇന്ന് ആധുനിക കാലത്ത് നമ്മുടെ നാട്ടിലൊന്നും അടിമകൾ തന്നെ ഇല്ലാത്തത് കൊണ്ട് അടിമകളെ മോചിപ്പിക്കുന്ന പ്രശ്നം വരുന്നില്ല. അത് ഉടമയുമായിട്ട് മോചനക്കരാർ എഴുതിയിട്ടുള്ള അടിമകൾക്ക് ആ മോചനദ്രവ്യം കൊടുത്തു വീട്ടാനുള്ള സഹായത്തിനാണ് അത് നിയമമാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇസ്ലാമിൽ അടിമ സമ്പ്രദായം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും അതിനെ അല്പാൽപമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്തത്. ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും അടിമകളില്ല, അതുകൊണ്ട് ആ അവകാശങ്ങളും ഇന്ന് ഇല്ല. വൽ ഗാരിമീൻ, കടക്കാർ. കടക്കാർ എന്ന് പറയുന്നിടത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുണ്ട്. തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും അത്യാവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങേണ്ടി വന്ന, കടം വാങ്ങാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകളുടെ അവസ്ഥയാണ്. അവർക്ക് വീട്ടാനോട്ട് വേറെ നിവൃത്തിയില്ല. അങ്ങനെയുള്ളവരാണ് കടക്കാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എല്ലാ കടമുള്ള ആൾക്കാരൊന്നല്ല. പിന്നെ നാട്ടിലുള്ള പൊതു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മസ്ലഹത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വത്ത്, കടം വീട്ടാൻ സ്വത്തുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാം എന്ന് പറയുന്നത്. പൊതുകാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ള, അതിനെല്ലാവരും കൊണ്ടും കഴിയില്ലല്ലോ. ചില പ്രത്യേക വ്യക്തിത്വങ്ങൾക്ക് മാത്രമാണ് പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ആ പ്രശ്നത്തിന് വേണ്ടി അവർക്ക് കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വീട്ടാനുള്ള കഴിവ് സ്വന്തം നിലക്കുണ്ടെങ്കിലും അവർക്ക് സക്കാത്ത് വാങ്ങാം എന്നിങ്ങനെ ഈ രണ്ടൈറ്റക്കാരാണ് കടക്കാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കടമുള്ള എല്ലാ ആളുകളും എന്ന് പറയണമെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായിരിക്കും ഏറ്റവും വലിയ കടക്കാരൻ. നമുക്കൊക്കെ 1000, 2000, 10,000 ഒക്കെ കടമുള്ളെങ്കിൽ ഓനെ കോടികളും മില്യൺ കണക്കിനൊക്കെ ആയിരിക്കും അവനെ കണ്ടുണ്ടാകുക. അപ്പം അങ്ങനത്തെ കടം അല്ല. ബിസിനസ് വർദ്ധിപ്പിക്കാനും മറ്റൊക്കെ കടം വാങ്ങിയതിനെ കുറിച്ചല്ല പറയുന്നത്. തൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ പോലുള്ള അവൻ്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങേണ്ടി വന്ന, വ്യക്തിപരമായി കടം വാങ്ങേണ്ടി വന്ന ആൾക്കാരാണ് കടക്കാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നൊന്ന് വഫീ സബീലില്ല എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സന്നദ്ധഭടന്മാർ, ശമ്പളം പറ്റാതെ യുദ്ധത്തിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറായി നിൽക്കുന്ന സന്നദ്ധഭടന്മാരാണ് ഫീ സബീലില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഫഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വബനി സബീൽ, വഴിയാത്രക്കാർ. വഴിയാത്രക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബസ്സിന് കയ്യാട്ടി നിർത്തിയിട്ട് യാത്രക്കാർക്കൊക്കെ വേണ്ടി കൊടുക്കുക എന്നുള്ളതല്ല. ഒരാൾ യാത്ര പുറപ്പെട്ടു, അവന് തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ അവൻ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് യാത്ര ചെയ്യാൻ ഒരുത്തൻ നിർബന്ധിതനായി ആ യാത്ര പോകാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് തൻ്റെ കയ്യിലില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഇബ്നു സബീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഫഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇങ്ങനെ 8 അവകാശികളെയാണ് അള്ളാഹു സക്കാത്തിന്റെ അവകാശികളായി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഫരീളത്തൻ മിനല്ലാഹ് എന്ന് ആയത്തിൽ അള്ളാഹു പറയുക. അള്ളാഹു ഫർളാക്കിയിട്ടുള്ളതാണ്. അതിൽ നമുക്ക് അതില് ചോയ്സ് ഒന്നുമില്ല. അള്ളാഹു ഫർളാക്കിയിട്ടുള്ളതാണ്. അല്ലാഹു അലീമുൻ ഹകീം. അള്ളാഹു അലീമും എല്ലാം അറിയുന്നവനും യുക്തിവാനുമാണ് അള്ളാഹു. അപ്പൊ യുക്തിപൂർവം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള, എല്ലാം അറിയുന്ന അള്ളാഹു, സർവജ്ഞനായ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിയമമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 8 അവകാശികളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 8 അവകാശികൾക്ക് സക്കാത്ത് കൊടുത്തെങ്കിലേ സക്കാത്ത് വീടുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 8 അവകാശികളിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവുക ഫുഖറാ, മസാക്കീൻ, ഗാരിമീൻ എന്നിങ്ങനെ 3 വിഭാഗം മാത്രമാണ് നമ്മുടെ എല്ലാ നാടുകളിലും സാധാരണഗതിയിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഇന്നത്തെ കാലത്ത് സാധാരണഗതിയിൽ ഇല്ലാത്തവരാണ്. ഒരു നാട്ടിലുള്ള അവകാശികൾ, ഈ 3 വിഭാഗം അവകാശികളാണ് ഒരു നാട്ടിലുള്ളതെങ്കിൽ ആ അവകാശികൾക്ക് കൊടുക്കേണ്ടതാണ്. അതാണ് കൊടുക്കേണ്ടവർക്ക് എന്ന് പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാട്ടിൽ 3 അവകാശികൾ, 3 വിഭാഗം അവകാശികൾ ഉണ്ടെങ്കിൽ ആ 3 വിഭാഗത്തിനും കൊടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുത്താൽ പോരാ. ഇവനാണ് കൂടുതൽ ആവശ്യം എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് അള്ളാഹു നിശ്ചയിച്ച വിഹിതം കൂടി എടുത്തിട്ട് നമ്മുടെ വകയായിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. അത് അള്ളാഹു അലീമും ഹക്കീമുമായ അള്ളാഹു, എല്ലാം അറിയുന്ന യുക്തിവാനായ അള്ളാഹു, യുക്തിഭദ്രമായി നിശ്ചയിച്ചിട്ടുള്ള നിശ്ചയമാണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ അവകാശികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് കൊടുക്കേണ്ടവർക്ക് എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റത് കൊടുക്കേണ്ടുമ്പോൾ എന്നതാണ്. ഒരു കൊടുക്കേണ്ടുമ്പോൾ എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് ഭക്ഷ്യധാന്യങ്ങളൊക്കെ കൃഷി ചെയ്ത് ഒരു വർഷത്തെ കൃഷിയിൽ അള്ളാഹു നിശ്ചയിച്ച ആ സ്ലാബ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പഴവർഗ്ഗമാണെങ്കിലും അങ്ങനെ തന്നെ. അൻആം, ആട്, മാട്, ഒട്ടകം, ഒട്ടകം ഇതൊക്കെ മേഞ്ഞ് തിന്നുന്ന, നമ്മൾ ഫാമിൽ തീറ്റി കൊടുത്ത് വളർത്തുന്നതിന് സക്കാത്തില്ല. അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് നാൽക്കാലികളുടെ സക്കാത്തും ഇന്നത്തെ കാലത്ത് നമ്മുടെ സാധാരണ നാടുകളിലൊക്കെ അപ്രായോഗികമാണ്. ഏതെങ്കിലും മല പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ആട് ചുരുങ്ങിയത് 40 എണ്ണം വേണം. ഒട്ടകമാണെങ്കിൽ ചുരുങ്ങിയത് 5 എണ്ണം വേണം. മാട് ചുരുങ്ങിയത് 30 എണ്ണം വേണം. അപ്പോഴാണ് സക്കാത്ത് ബന്ധം. അത് നമ്മൾ ഫാമിൽ വളർത്തുന്നത് പറ്റില്ല. ഫാമിൽ തീറ്റ കൊടുത്ത് വളർത്തുന്നത് ഇന്ന് സക്കാത്തില്ല. മേഞ്ഞ് തിന്ന് സ്വയം അങ്ങനെ വളർന്നുണ്ടാകുന്ന അതിനാണ് സക്കാത്തുള്ളത്. പിന്നെ നക്കത്, പണത്തിന്റെ സക്കാത്ത്, അത് നമ്മുടെ നാട്ടിൽ 595 ഗ്രാം വെള്ളി, അതാണ് അതിന് കണക്കാക്കിയിട്ടുള്ള നിസാബ്. അപ്പോൾ ആ 595 ഗ്രാം വെള്ളിയുടെ വില നമ്മുടെ കയ്യിലുണ്ടാവും. ഒരു വർഷം ഒരുത്തൻ്റെ കയ്യിൽ സ്റ്റോക്കിരുന്നാൽ അതിൻ്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അതൊക്കെ ഒരു വർഷം തികയുമ്പോൾ, അവൻ്റെ കയ്യിൽ ഒരു വർഷം തികഞ്ഞാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. നാൽക്കാലികളാണെങ്കിൽ ആ പറഞ്ഞ എണ്ണം അവൻ്റെ കയ്യിലിരുന്ന് വർഷം തികഞ്ഞാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. മറ്റേത് കാർഷിക വിളകളൊക്കെ കൃഷി ചെയ്ത് ഒരു വർഷത്തിലെ മൊത്തം 4 ചില സ്ഥലത്തൊക്കെ 3 കൃഷി, 2 കൃഷി, 4 കൃഷി വരെയൊക്കെ നടത്തുന്ന സ്ഥലങ്ങൾ. ഒരു വർഷത്തെ കൃഷിയിൽ ഈ പറഞ്ഞ 5 വസക്ക് ആണെങ്കിൽ 5 വസക്ക് അത് എത്തിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ വിശദീകരിക്കുന്നില്ല. സംശയമുള്ളവർക്ക് പിന്നീട് ബന്ധപ്പെട്ട് തീർക്കാവുന്നതാണ്. അപ്പൊ കൊടുക്കേണ്ടുമ്പോൾ എന്ന് പറഞ്ഞത് അവകാശികളെ കിട്ടുകയും കൊടുക്കേണ്ട സമ്പത്തിന്റെ വർഷം തികയുകയും ചെയ്യുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കൊടുക്കേണ്ട അത്ര, അതാണ് അടുത്തത്. കൊടുക്കേണ്ട അത്ര, എത്രയാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കണം. അതിൻ്റെ സക്കാത്തിൽ നമ്മൾ നാൽക്കാലികളുടെ സക്കാത്ത് നമ്മൾ പറഞ്ഞു 40 ആടാണെങ്കിൽ 5.5 ആട്, 30 കന്നുകാലികളാണെങ്കിൽ അതിൽ നിന്ന് 1 വയസ്സായ ഒരു മോരിക്കുട്ടി,
5 ഒട്ടകങ്ങൾ ഒരാളുടെ കയ്യിൽ ഒരു വർഷം ഇരുന്നാൽ അതിനൊരാട്, ഇങ്ങനെയൊക്കെയാണ് സക്കാത്ത് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ പറയേണ്ടതില്ല. ബാക്കി ഉള്ളതിൻ്റെ സക്കാത്ത്, പണത്തിൻ്റെ സക്കാത്ത് 2.5%. 1 ലക്ഷം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ 2500 രൂപ, 1 കോടി ഉണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ, 2.5% സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ ചെലവ് ഇല്ലാതെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ, അതായത് മഴ വർഷിച്ചിട്ടോ അല്ലെങ്കിൽ തോട്ടിലെ വെള്ളം കൊണ്ടോ ഒക്കെ അവന് വലിയ ചെലവില്ലാതെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ അതിന് 10%. അവൻ ചെലവോടുകൂടി ഏത്തും തേയിട്ടോ അല്ലെങ്കിൽ കൂലിക്കാരെ കൊണ്ടുകൊടുന്ന് നനച്ചിട്ടോ അങ്ങനെയൊക്കെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ അതിന് 5%-മാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെ മറ്റൊന്നുള്ളത് നിധിയാണ്. ഒരാൾക്ക് നിധി കിട്ടിയാൽ അതിൻ്റെ 20% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം 2.5%, 5%, 10%, 20%, ഇങ്ങനെയാണ് സക്കാത്ത്. ഇത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അടുത്തത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കുക എന്നതാണ്. കൊടുക്കേണ്ടത് പോലെ എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ 3 വിഭാഗമാണ് ഉണ്ടാകുക നമ്മൾ പറഞ്ഞു. അങ്ങനെ 3 വിഭാഗമുണ്ടെങ്കിൽ ആ 3 വിഭാഗത്തിനെയും ഉൾപ്പെടുത്തുക എന്നതും അവർക്കെല്ലാം സമമാക്കുക എന്നതും നിർബന്ധമാണ്. അതിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും സമമായിട്ട് കൊടുക്കണമെന്നല്ല, ആ 3 വിഭാഗത്തിനെ സമമാക്കണം. ഇപ്പം 3000 രൂപയുടെ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ളതെങ്കിൽ 1000 രൂപ ഫുഖറാ, 1000 രൂപ മസാക്കി, 1000 രൂപ ഗാരിമീൻ, ഇങ്ങനെ അത് സമമാക്കൽ നിർബന്ധമാണ്. അതിലെ ഫക്കീറന്മാർക്ക് എല്ലാ ഫക്കീറന്മാർക്കും ഒരേമാതിരി കൊടുത്തോളണമെന്നില്ല. ഒരാൾക്ക് 500 കൊടുക്കേണ്ട ആൾക്ക് 500 കൊടുക്കാം, 100 കൊടുത്താൽ മതി ആൾക്ക് 100 കൊടുത്താൽ മതി, 200 കൊടുക്കേണ്ട ആൾക്ക് 200 കൊടുക്കുക, അതിന് വിരോധമല്ല. പക്ഷെ ഫക്കീറന്മാർക്ക് കണക്കാക്കിയ 1000 അത് അവരുടെ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടെങ്കിലേ മറ്റു വിഭാഗത്തിലേക്ക് തിരിക്കാൻ അനുവാദമുള്ളൂ. അവർ നാട്ടിലുണ്ടാവുകയും അവർക്ക് തന്നെ ആവശ്യമുണ്ടാവുകയും ചെയ്തതോടുകൂടി അവർക്ക് നിശ്ചയിച്ച വിഹിതത്തിൽ നിന്ന് മറ്റ് വിഭാഗത്തിന് കൊടുക്കാൻ പാടില്ല. അവരുടെ ആവശ്യം കഴിഞ്ഞ് ഇപ്പൊ കടക്കാര് നാട്ടിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ കടക്കാരെ കിട്ടിയത് ആകെ 2 ആളാണ്. അവർക്ക് ആകെ 200 രൂപ ഇതേ കടമുള്ളൂ. അപ്പോൾ 200 രൂപ ഒരാൾക്കും കൊടുത്ത ബാക്കി നമ്മുടെ ഉദാഹരണത്തിൽ 600 രൂപ ബാക്കിയാണ്. ആ 600 രൂപ എന്ത് ചെയ്യാം? അവരുടെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളതായതുകൊണ്ട് അത് ഫക്കീർമാരിലേക്കോ മിസ്കിന്മാരിലേക്കോ കൊടുക്കുന്നതിന് വിരോധമല്ല. നേരെ മറിച്ച് കടക്കാർ തന്നെ അവിടെ ഈ 1000 രൂപക്കും ആവശ്യക്കാരവിടെ ഉണ്ടെങ്കിൽ, 1000 എന്നുള്ള നമ്മൾ 3000 എന്നുള്ളത് നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഈ 3000 ആണാകെ സക്കാത്ത് കൊടുക്കാനുള്ളതെങ്കിൽ 3 വിഭാഗത്തിന് കൊടുക്കുമ്പോൾ 1000 രൂപ വീതം ആണല്ലോ ഉണ്ടാകുക. അതിൽ ആ 1000-ൽ നിന്ന് ഇവരുടെ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടെങ്കിലേ മറ്റു വിഭാഗത്തിലേക്ക് തിരിക്കാൻ നമുക്ക് അവകാശമുള്ളൂ. കാരണം അത് അലീമും ഹക്കീമുമായ അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. അതിൽ നമുക്ക് ഇടപെടാൻ പാടില്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ 100 രൂപ അവൻ്റെ നിത്യച്ചെലവിന് ആവശ്യമുള്ളിടത്തോറും 20-30 കയ്യിലുള്ള മഹാസാധുവാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ 100 രൂപ ആവശ്യമുള്ളിടത്തിൽ 70-80 കയ്യിലുള്ളവനാണ്. അത് മുഴുമിക്കാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. എങ്കിലും ഏകദേശമൊക്കെ ഒപ്പിച്ച് ജീവിക്കാനാണ് സാധിക്കും. അങ്ങനെ ഉള്ളവരെ മറ്റൊരു കാറ്റഗറിക്കാരായിട്ടാണ് അള്ളാഹു കണക്കാക്കിയത്. അപ്പോൾ ഈ മിസ്കീനേക്കുള്ള ആവശ്യം പരമദരിദ്രനായ ഫക്കീർമാർക്കാണല്ലോ എന്ന് വിചാരിച്ച് മിസ്കിന്മാർക്ക് നിശ്ചയിച്ചിട്ടുള്ള വിഹിതം ഫക്കീർമാർക്ക് എടുത്തു കൊടുക്കാൻ നമുക്ക് പാടില്ല. കാരണം സക്കാത്ത് ഹിക്മത്തോടു കൂടിയാണ് അള്ളാഹു ശറാക്കിയിട്ടുള്ളത്. കഴിയുന്നത്ര ഓരോ വർഷം കഴിയുമ്പോഴും അടുത്ത വർഷം സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾ നാട്ടിൽ കുറഞ്ഞു വരണം. മിസ്കിന്മാർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വത്തം കൊടുത്ത് അവരാണ് സമ്പന്നരാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വർഷങ്ങളെ കൊണ്ട്
സക്കാത്ത് വാങ്ങാൻ നമ്മുടെ നാട്ടിൽ ആളില്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെ നമ്മുടെ നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതിരിക്കുമ്പോൾ മാത്രമേ മറ്റ് നാടുകളിലേക്ക് സക്കാത്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതാണ് കോട്ടം വരുത്താതെ കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അവകാശം ഉണ്ടായിരിക്കെ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നഖൽ സക്കാത്ത് എന്നാണ് അതിന് പറയുന്നത്. സക്കാത്ത് നഖൽ ചെയ്യാൻ പാടില്ല. കാരണം ഇവിടുത്തെ സാധുക്കൾക്ക് അതിനോട് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകും. അപ്പം നമ്മൾ ഇതിൻ്റെ സക്കാത്തൊക്കെ അടുത്ത നാട്ടിലേക്ക് കയറ്റണം പറഞ്ഞോ വണ്ടി കയറ്റി ഇവിടുന്ന് കൊണ്ടായാൽ ഈ സാധുക്കളുടെ മനം തകർന്നു പോകും. അങ്ങനെ അവരെ ദുഃഖിപ്പിക്കാനും സങ്കടപ്പെടുത്താനും ഇടവരും എന്നതുകൊണ്ടാണ് നഖൽ പാടില്ല എന്ന് പറയുന്നത്. ഈ നാട്ടിൽ പിന്നെ സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകളുണ്ടെങ്കിൽ പിന്നെ ആ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ അടുത്ത നാട്ടിലേക്ക് കൊടുക്കാം. അല്ലാതെ ഈ നാട്ടിൽ ആളുണ്ടായിരിക്കെ മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ കോട്ടം വരുത്താതെ എന്ന് പറഞ്ഞപ്പെട്ടാൽ നിയ്യത്ത് വേണം. സക്കാത്താണ് കൊടുത്താൽ പോരാ. ഒന്നിരിക്കൽ സക്കാത്ത് കൊടുക്കാനുള്ള പണം മറ്റൊരു ഭാഗത്തിലേക്ക് മാറ്റി വെക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുമ്പോഴോ ഇത് എൻ്റെ സക്കാത്താണ്, എൻ്റെ നിർബന്ധമായ സക്കാത്താണ് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടായിരിക്കണം കൊടുക്കുന്നത്. നിയ്യത്തോടു കൂടി കൊടുക്കുക എന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഉടമയോട് അനീതി കാണിക്കാതെ അവകാശിയുടെ ലാഭവും മെച്ചവും എന്ത് എന്നതാണ് സക്കാത്തിൽ പരിഗണിക്കേണ്ടത് എന്ന് നമ്മുടെ ഇമാമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവന് നഷ്ടം വരാത്ത വിധത്തിൽ അതോടൊപ്പം അവൻ്റെ ബാധ്യത വീടും വേണം, അവകാശികൾക്ക് ലാഭം ഏത് എന്ന് നോക്കുമാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ വാജിബ് ഒരാളുടെ ഇതിൽ വന്നാൽ അവിടെ വിബദ്ധത്തിൽ മുസ്തഹിഖ് ആണ് നോക്കേണ്ടത് എന്നാണ്. അവകാശിയുടെ ലാഭം, അവൻ്റെ മെച്ചം, അതാണ് പരിഗണിക്കുക. ഒട്ടകങ്ങളുടെയൊക്കെ സക്കാത്ത് പറയുന്നിടത്ത് 4 ഹിക്കകളും പിന്നെ 5 ഈ ബിന്ദുലബൂനുകളും നിർബന്ധമാകുന്ന കോലം. അങ്ങനെ വരുന്നിടത്ത് 5 ബിന്ദുലബൂനാണ് കൊടുക്കേണ്ടത്. പിന്നെ 2 വയസ്സ് തികഞ്ഞ ഒട്ടകം അതിനെയാണ് കൊടുക്കേണ്ടത്. അതോ 3 വയസ്സായ ഒട്ടകാണെങ്കിൽ 4 എണ്ണം കൊടുത്താൽ മതി. 3 വയസ്സ് അല്ല 2 വയസ്സ് ഉള്ളതാണെങ്കിൽ 4 എണ്ണം കൊടുക്കണം. ഇങ്ങനെ 200 ഒട്ടകങ്ങൾ ഒരാൾക്ക് കഴിഞ്ഞാൽ അങ്ങനെയാണ് നിർബന്ധം. അപ്പം അവിടെ കാക്കൾ പറഞ്ഞിട്ടുള്ളത് അവിടെ ഫക്കീറം നിസ്കീൻ, അതായത് സക്കാത്തിന്റെ അവകാശികൾക്ക് ഏറ്റവും ലാഭമേത് എന്നാണ് നോക്കേണ്ടത്. ഈ 4 ബിന്ദുലപ്പനാണ് അവർക്ക് കൂടുതൽ മെച്ചമെങ്കിൽ അത് കൊടുക്കണം. അല്ല 5 ബിന്ദുലപ്പനാണ് ലാഭമെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. അല്ല 4 ഹെക്കുകളാണ് അവർക്ക് മെച്ചമെങ്കിൽ അതാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ അത് എല്ലാ ഭാഗത്തേക്കും അത് ബാധകമാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സ്വർണവും വെള്ളിയും കണക്കാക്കിയാൽ 595 ഗ്രാം വെള്ളിയുടെ വില ഉണ്ടായാൽ സാബ് താഴ്ന്നു, അപ്പം സക്കാത്ത് കൊടുക്കാം. നേരെ മറിച്ച് സ്വർണം ആണെങ്കിൽ 85 ഗ്രാം തങ്കത്തിൻ്റെ വില ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. അപ്പം അത് ഫക്കറാന് നഷ്ടമാണ്. കാരണം അത്ര പൈസ ഒരു വർഷം ഉണ്ടെങ്കിലല്ലേ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. അതുകൊണ്ട് ഇവിടെ വെള്ളിയുടെ വില കണക്കാക്കിയിട്ടാണ് നിസാബ് പരിഗണിക്കേണ്ടത്. ഇതൊക്കെയാണ് കോട്ടം വരുത്താതെ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് സക്കാത്ത് വീടുകയുള്ളൂ. നമ്മളെന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. പള്ളിയൊക്കെ റെസീറ്റ് ചെയ്തിട്ട് വരുമ്പോൾ പള്ളിയൊക്കെ കൊടുക്കുക, എത്തിങ്ങാനൊക്കെ വരുമ്പോൾ എത്തിങ്ങാനൊക്കെ കൊടുക്കുക, അറബി കോളേജൊക്കെ കൊടുക്കുക. അതുകൊണ്ടൊന്നും സക്കാത്ത് വീടില്ല. അതൊക്കെ മനുഷ്യൻ്റെ നാട്ടിലെ പൊതുകാര്യങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ള സമ്പന്നരുടെ മറ്റു ബാധ്യതകളിൽപ്പെട്ടതാണ്. അല്ലാതെ സക്കാത്തിന് അത് വരും. സക്കാത്തിന് അള്ളാഹു കണക്കാക്കിയിട്ടുള്ള ഈ അവകാശികൾക്ക് കൊടുത്തെങ്കിലേ സക്കാത്ത് വീടുള്ളൂ. ഏതെങ്കിലും കുട്ടികൾക്ക് പടക്കം പൊട്ടിക്കാൻ എന്തെങ്കിലും പൈസ എടുത്തു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് ഒരു റിലീഫ് പ്രവർത്തനം എന്നുള്ള ആൾക്ക് മറ്റെന്തെങ്കിലും കൊടുത്തത് കൊണ്ടോ ഒന്നും സക്കാത്ത് വീടില്ല. അത് ഇതിൻ്റെ അർഹരായ ആളുകളാണോ എന്ന് നോക്കി ഈ പറഞ്ഞതുപോലെ
കൊടുത്തെങ്കിലേ സക്കാത്ത് വീടുള്ളൂ, അപ്പോഴേ നമ്മുടെ ബാധ്യത നിറവേറ്റിയതായി കണക്കാക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഉന്നയിക്കപ്പെടാറുള്ള സംശയമാണ് അടക്കാത്തോട്ടത്തിന് എന്താണ് സക്കാത്തില്ലാത്തത്, തേങ്ങ തെങ്ങും തോട്ടമുള്ള ആൾക്ക് എന്താണ് സക്കാത്ത് നിർബന്ധമില്ലാത്തത്, അതുപോലെ റബ്ബർ എസ്റ്റേറ്റുള്ള ആൾക്ക് എന്താണ് സക്കാത്ത് നിർബന്ധമില്ലാത്തത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. മനുഷ്യനെ പണത്തിന് സക്കാത്തുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി എല്ലാ സംശയങ്ങൾക്കും അതിന് മറുപടി അടങ്ങി. ഇത്തരം കൃഷികളൊക്കെ മനുഷ്യൻ പണമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കോഴി വളർത്തലാവട്ടെ, മറ്റുള്ളതൊക്കെ പണമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ പണമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാകുമ്പോൾ പണത്തിന് സക്കാത്തുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി എല്ലാ കാര്യത്തിനും പരിഹാരമായി. പണത്തിന് സക്കാത്തുണ്ട്, അതവന്റെ കയ്യിൽ നിസാബ് തകർന്നാൽ അവൻ സക്കാത്ത് കൊടുക്കണം. റബ്ബർ ഇപ്പോൾ അതിൻ്റെ 10% സക്കാത്ത് കൊടുക്കണം എന്ന് നിയമം വെച്ചിട്ട് അതിങ്ങനെ ആ റബ്ബർ ഷീറ്റ് കഷ്ണം വെട്ടിയിട്ട് ഈ ബക്കർമാർക്ക് കിട്ടിയിട്ട് എന്ത് ഉപകരണം കൊണ്ടുള്ളത്? അപ്പം അങ്ങനെയാണ്. അതുപോലെ അടക്ക കൊലത്തോ ഒന്നും അങ്ങനെ ബക്കർമാർക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒക്കെ പണം ഉണ്ടാക്കാനുള്ള വിളകളായതുകൊണ്ട് പണം ആയിക്കഴിഞ്ഞാൽ അതിന് സക്കാത്തുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി വാഴത്തോട്ടത്തിൻ്റെയും വാഴക്കൃഷിയുടെയും ഇഞ്ചി കൃഷിയുടെയും മറ്റു എല്ലാ കൃഷിയുടെയും കാര്യത്തിലുള്ള സംശയം നമുക്ക് അതുകൊണ്ട് നീങ്ങിപ്പോകും. അതൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൾപ്പെടുത്തുമെങ്കിൽ നിസാബില്ലാത്തതുകൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട. പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നതാണെങ്കിൽ പണം അവൻ്റെ കയ്യിലിരുന്നാൽ സക്കാത്ത് കൊടുക്കും വേണം എന്ന് പറഞ്ഞതോടുകൂടി എല്ലാ വിഷയങ്ങളും പരിഹാരമായി. ഇത്രയും കാര്യങ്ങളാണ് സക്കാത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്നും കൂടിയും പറയാം. കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതിനെല്ലാം കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടുമ്പോൾ കൊടുക്കേണ്ടത്ര കൊടുക്കേണ്ട പോലെ കോട്ടം വരുത്താതെ കൊടുക്കുക. ഇതാണ് സക്കാത്തിൻ്റെ ആകത്തുക. അപ്പോൾ സക്കാത്തിൻ്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി നമുക്ക് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് കൂടി അല്പം പറയാം. ഫിത്ർ സക്കാത്ത് എന്നത് സമ്പത്തിൻ്റെ സക്കാത്തല്ല, അത് ശരീരത്തിൻ്റെ സക്കാത്താണ്. അതുകൊണ്ട് തന്നെ സമ്പത്തുള്ളവനും ഇല്ലാത്തവനും എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ സക്കാത്തായതുകൊണ്ട് ശരീരം ഉള്ളവരൊക്കെ കൊടുക്കേണ്ടതാണ് ഫിത്ർ സക്കാത്ത്. അപ്പോൾ സാധുക്കളും കൊടുക്കണമെന്ന് പലരും ചോദിക്കും. സാധുക്കളും കൊടുക്കണം, പക്ഷെ കൊടുക്കാൻ കഴിയണം. കൊടുക്കാൻ കഴിയാൻ മാത്രം അത് ഒരു സഹായം ഏകദേശം ഇക്കാലത്ത് 3 കിലോ എന്ന് നമുക്ക് പറയാം. അത് അരിയുടെ തൂക്കം അനുസരിച്ചാണ്. ഒരു സഹായം എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഇന്ന് നമ്മുടെ ചില സഹോദരന്മാരുടെയൊക്കെ പരിശ്രമ ഫലമായിട്ട് മുദ്ദ് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന മുദ്ദിൻ്റെ അതേ അളവിലുള്ള മുദ്ദ് പാത്രങ്ങൾ ഇന്ന് സുലഭമാണ്. അത് ലഭ്യമാക്കിയിട്ട് 4 മുദ്ദ്, അതാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് നമ്മുടെ നാട്ടിൽ സാധാരണ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ അരികളൊക്കെ ഞാൻ പലതരം അരികളെയും വെച്ച് തൂക്കി നോക്കിയിട്ടുണ്ട്. 2600, 2700, 2860 വരെയൊക്കെ തൂക്കം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണക്കം കൂടുന്നതിനനുസരിച്ച് അരിയുടെ തൂക്കം കൂടുന്നതിനനുസരിച്ച് കിലോയിൽ വർധനവ് വരും. പിന്നെ 900-ന്റെ മുകളിൽ ചില അരികൾ ഒരു 4 മുദ്ദെടുത്താൽ 2900-ന്റെ മുകളിൽ 2 കിലോ 900, അപ്പോൾ 3 കിലോന്റെ അടുത്ത് വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചില സ്നേഹിതന്മാർ എന്നോട് പറയണ്ടായി. അപ്പോൾ ഒരു 3 കിലോ കൊടുക്കുകയാണെങ്കിൽ പിന്നെ സംശയിക്കാനില്ല. ചില 2400 എന്നൊക്കെയാണ് പറയാറുള്ളത്. 2400 ആയാൽ അത് 4 മുദ്ദ് ഉണ്ടാവില്ല ഇന്നത്തെ അരികൾ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് സംശയരഹിതമായിട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലത് 3 കിലോ വീതം. അത് അസ്തമയ സമയത്ത് റമദാനിൻ്റെ അവസാനത്തെ ദിവസം അസ്തമയ സമയത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരും അവൻ്റെ ആ പെരുന്നാൾ രാവും പകലും ഭക്ഷണത്തിന് ഉള്ളത് കഴിച്ച് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തോളണം. അതിന് 10 പാടുള്ളൂ. ആ പെരുന്നാൾ രാവും അതിൻ്റെ പകലും ഉള്ളത് കഴിച്ച് ആവശ്യത്തിനുള്ളത് കഴിച്ചവൻ്റെ അടുത്ത് എത്രയാണോ ഉള്ളത്
അതോ സക്കാത്ത് കൊടുത്തോളൂ. അതുകൊണ്ട് ഫക്കീറന്മാരാണെങ്കിലും മിസ്കിന്മാരാണെങ്കിലും ഒക്കെ സക്കാത്ത് കൊടുക്കാൻ, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായിട്ട് വരുന്ന അർത്ഥം. അന്നത്തെ ആ പകലും ആ രാത്രിയും അതിൻ്റെ വീതം കഴിച്ച് ബാക്കി എന്തുണ്ടവരും അവരൊക്കെ സക്കാത്ത് കൊടുത്തോളൂ. അതോടൊപ്പം ഫക്കീർ മിസ്കിന്നുള്ളവർക്ക് സക്കാത്ത് വാങ്ങാനും അവർക്ക് അർഹതയുണ്ടാവും. അപ്പൊ സക്കാത്ത് അവർക്ക് വാങ്ങുകയും ചെയ്യാം, അതോടൊപ്പം അവർ കൊടുക്കുകയും ചെയ്യാം. ആ റമദാനിന്റെ ശേഷമുള്ള ആ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്ന ആ പെരുന്നാൾ ദിവസത്തിൽ ഈ സമുദായത്തിലെ ഒരാളും പട്ടിണി കിടക്കാൻ ഇടവരരുത് എന്നതാണ് ഫിത്ർ സക്കാത്ത് നിയമമാക്കിയതിലൂടെ അള്ളാഹു അതിൽ വെച്ചിട്ടുള്ള യുക്തി. അന്ന് പട്ടിണിക്കാരുണ്ടാവരുത്. അതുകൊണ്ടാണ് അന്നത്തെ ഒരു രാപ്പകൽ കഴിച്ച് എന്തുണ്ടെങ്കിലും സക്കാത്ത് കൊടുത്തോളണം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും സക്കാത്ത് കൊടുക്കണം. അങ്ങനെ 3 കിലോ വീതം സക്കാത്ത് കൊടുക്കാൻ തൻ്റെയും തൻ്റെ ഭാര്യ, താൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമുള്ള സന്താനങ്ങൾ, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഓരോരുത്തർക്കും 3 കിലോ വീതം സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ സംശയമില്ലാത്ത വിധം സക്കാത്ത് വീടും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അസ്തമയത്തിന്റെ 1 മിനിറ്റ് മുമ്പെങ്കിലും ജനിച്ച കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ പേരിലും സക്കാത്ത് കൊടുക്കണം. നേരെ മറിച്ച് അസ്തമയത്തിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അതുകൊണ്ട് സക്കാത്തോട്ട് ഒഴിവാകില്ല. കാരണം അസ്തമിക്കുന്ന സമയത്ത് അയാൾ ഉണ്ടായതുകൊണ്ട് അയാളുടെ സക്കാത്തും കൊടുക്കണം. അസ്തമിച്ചതിന് ശേഷം റമദാനിലെ അവസാനത്തെ ദിവസം അസ്തമിച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞ് ജനിച്ചതെങ്കിൽ ആ കുഞ്ഞിന് സക്കാത്ത് കൊടുക്കും വേണ്ട. ആ അസ്തമുള്ളവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നർത്ഥം. അത് നേരത്തെ പറഞ്ഞതുപോലെ അവൻ എവിടെയാണോ ഉള്ളത് അവിടെ ഉള്ള സാധുക്കൾക്കാണ് അത് കൊടുക്കേണ്ടത്. അത് കൊടുക്കാതെ അവിടുന്ന് ഞാൻ മറ്റോടത്ത് കൊടുത്തോളാന്ന് പറഞ്ഞു അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള സാധുക്കളുടെ മനസ്സിന് പ്രയാസമുണ്ടാകുന്നത് കൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ അനക്കൽ പാടില്ല എന്നതാണ് ഇവിടെയും പ്രസക്തമാകുന്നത്. അതുകൊണ്ട് താൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് അവൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. എൻ്റെ ഭാര്യ സന്താനങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് അവിടെയാണ് അവരുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഗൾഫിലുള്ള ആൾ അവിടെ സക്കാത്ത് കൊടുക്കുക. അവൻ്റെ ഭാര്യയും മക്കളൊക്കെ നാട്ടിലാണെങ്കിൽ അവരുടെ സക്കാത്ത് നാട്ടിൽ തന്നെ കൊടുക്കുക. അത് ഇവിടെ പറഞ്ഞേൽപ്പിക്കണം. നിങ്ങളെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഏൽപ്പന ഇല്ലാതെ സക്കാത്ത് കൊടുക്കാനോട്ട് പാടില്ല. അതാണ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇനി എന്തെങ്കിലും അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചോദിക്കുമ്പോൾ ഫോൺ ചെയ്ത് ചോദിക്കരുത്. ഞാൻ എൻ്റെ നമ്പർ പറയാം. ആ നമ്പറിൽ വാട്സപ്പിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് സൗകര്യത്തിനനുസരിച്ച് മറുപടി തരാം. ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. 96 56 72 30 31 ഇതാണ് എൻ്റെ നമ്പർ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അള്ളാഹു കാര്യങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുവാനും ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുവാനും മുത്തഖീങ്ങളോടൊപ്പം അമ്പിയാക്കളോടൊപ്പം മൗലിയാക്കളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സഹായികൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കുമൊക്കെ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ, സൗഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.